ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ തുറസായ സ്ഥലം നമ്മൾ എപ്പോഴും വൃത്തിയാക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമുക്ക് കൃഷി ചെയ്യുന്ന ഇടം നമുക്ക് വൃത്തിയാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എപ്പോഴും കൃഷി ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥലം എപ്പോഴും ഇങ്ങനെ കാടും പുല്ലും ഒക്കെ മുളച്ച് നമ്മൾ ഇങ്ങനെ വൃത്തികേടായി കിടക്കും. ഞാനിപ്പോൾ കുറിച്ച് ക്ലാസ് എടുക്കുകയൊന്നുമല്ല, പക്ഷെ നമ്മളത് നന്നായി കാടൊക്കെ കളഞ്ഞ് എപ്പോഴും നല്ല വൃത്തിയിൽ വെച്ചില്ലെങ്കിൽ കൊതുക് നിറയാനും ഒക്കെ സാധ്യതയുണ്ട്. തുറസായ സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് അടിച്ചു വാരി വൃത്തിയാക്കാൻ വളരെ എളുപ്പം. നമുക്ക് തോന്നി എന്താ എപ്പോഴും ഇവിടെ ഇങ്ങനെ മുളച്ച് വരുന്നത്, എത്ര പറിച്ച് കളഞ്ഞാലും നമുക്ക് പിന്നെയും ഈ കാട് ഒക്കെ മുളച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനൊരു അന്ത്യമില്ല. പക്ഷെ നമ്മൾ ആ കാട് നമുക്ക് ഉപകാരപ്രദമാക്കി തീർക്കാവുന്നതാണ്. നമ്മൾ വേറൊരു പച്ചക്കറി നടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് നമുക്കത് ഗ്രോബാഗ് നിറക്കുമ്പോഴൊക്കെ ഇടാം. ഞാൻ ഈ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റിൻ്റെ ഒന്നിച്ച് തന്നെ ഈ ഒരു പുല്ലും ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ചീഞ്ഞ് കിട്ടുന്ന ആ സമയത്ത് നമുക്കത് വേറൊരു ചെടിക്ക് വളമായി ഉപയോഗിക്കാം. നമുക്ക് ഈ പുല്ലൊക്കെ ഇതിലേക്ക് നമുക്ക് പറിച്ച് കളഞ്ഞ് നല്ല വൃത്തിയായി നമുക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു കൃഷിയിടം എന്ന് പറയുന്നത് എല്ലാ സമയത്തും നമുക്ക് നല്ല വൃത്തിയായി കിടക്കണം. ഒരു പുല്ലുമില്ലാതെ നല്ല വൃത്തിയായി കിടന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കൃഷി വിജയിക്കുകയുള്ളൂ. അതിലേക്ക് കീടങ്ങളൊന്നും ആക്രമണം ഇല്ലാതിരിക്കുകയും അതുപോലെ തന്നെ കൊതുക് വരാതിരിക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ആ കൃഷിയുടെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.